ഇതാരാ യുദ്ധഭൂമിയിൽ ഒരു പുതിയ പടൻ? ഇപ്പൊ ഇഷ സംസാരിക്കുന്നതിലൊക്കെ ഒരു ക്ലിയർ പൊളിറ്റിക്സ് ഉണ്ട്. അപ്പൊ ഇഷ എപ്പോ മുതലാണ് ഈ രാഷ്ട്രീയം ശ്രദ്ധിക്കാൻ തുടങ്ങിയത്? എനിക്കൊന്നൊരു 10th ഒക്കെ തൊട്ടായിരിക്കും. കേൾക്കാൻ നല്ല രസമുണ്ട്. എന്തൊക്കെയാ ഓർമ്മയുള്ള സംഭവങ്ങൾ? എന്തൊക്കെയാ ഇഷ ശ്രദ്ധിച്ച രാഷ്ട്രീയ സംഭവങ്ങൾ? മണിപ്പൂർ ഭയങ്കരമായിട്ട് എന്നെ അഫക്ട് ചെയ്ത ഒരു സംഭവമായിരുന്നു. അങ്ങനെയാണ് സംഗതിയുടെ കിടപ്പ്. വോട്ട് ചോറിയുടെ സമയത്ത് എനിക്ക് ഉറങ്ങാൻ പറ്റത്തില്ലായിരുന്നു. ഇതെന്താ പിള്ളേച്ച കണ്ണിൽ രണ്ട് മുള വെച്ചിരിക്കുന്നത്? മുളയല്ലടോ, ഈർക്കില, കണ്ണടയാതിരിക്കാൻ. എനിക്ക് എന്റെ സ്വപ്നത്തിലൊക്കെ എനിക്ക് രാഹുൽ ഗാന്ധി വന്ന് ഇത് പിടിച്ചോണ്ട് നിൽക്കുന്നതായിരുന്നു ഞാൻ സ്വപ്നം കാണുന്നത് ആ ഒരു സമയത്ത്. ആരാധകരെ കണ്ട. അപ്പോ ഇഷയ്ക്ക് രാഹുൽ ഗാന്ധിയുടെ വോട്ട് ചോരി വാർത്താ സമ്മേളനങ്ങള്, രാഹുൽ ഗാന്ധി നടത്തുന്ന ഭാരത് ജോഡോ യാത്ര ഓർമ്മയുണ്ടോ രാഹുലിന്റെ? എന്നെ അറിയാത്തവരോട് ആരാ കലിതയുള്ള? അതിലൊക്കെ അതിന്റെയൊക്കെ ആ മൂവ്മെന്റിന്റെ ഒക്കെ ഭാഗമാണെന്ന് തോന്നിയിരുന്നോ? എനിക്ക് ശരിക്കും രാഹുൽ ഗാന്ധിനെ വിശ്വാസമല്ല, സത്യം പറയുകയാണെങ്കിൽ. വിശ്വാസമില്ല? ഇല്ല. അതുകൊണ്ട് കുറച്ച് സ്കെപ്റ്റിക്കലാ. ബിക്കോസ് ഇപ്പൊ രാഹുൽ ഗാന്ധി ഒരിടത്ത് പോയി പറയുന്ന ഒപ്പീനിയൻ അല്ല വേറൊരിടത്ത് വന്ന് പറയുന്നത് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്ത് ചെയ്യാനാടാ, ഞാൻ ഇങ്ങനൊരു ദുരന്തനായി പോയി. ഇപ്പൊ കേരളത്തിൽ തന്നെ എടുക്കുകയാണെങ്കിൽ ഇവിടെ വരുമ്പോ പിണറായി വിജയൻ മോശമാണ്, പക്ഷെ നാഷണൽ ലെവലിൽ പോകുമ്പോ ഇവര് അലയൻസും ആണ്. ഈശ്വര, ഓരോന്നോരോന്നായി പുറത്തേക്ക് വന്നോണ്ടിരിക്കുകയാണല്ലോ. ഇപ്പോ SFI, KSU അല്ലെങ്കിൽ ഇത്തരം വിദ്യാർത്ഥി സംഘടനകളെ റീപ്ലേസ് ചെയ്യാൻ CJPക്ക് പറ്റുമോ? അല്ലെങ്കിൽ ഒന്നിച്ച് പ്രവർത്തിക്കാൻ പറ്റുമോ? CJPയുടെ റോൾ എവിടെയായിരിക്കും ഈ വിദ്യാർത്ഥി രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോ? അതൊന്നും എനിക്കറിയില്ല. ഞാൻ ആക്ച്വലി CJP ഇപ്പൊ ഒരു SFI, KSUവിന്റെ ഒക്കെ ഇരുന്ന് വെച്ചാൽ അവരൊരു പാർട്ടി ആയതുകൊണ്ട് തന്നെ അവർ കുറച്ചുകൂടെ ലാസ്റ്റ് ചെയ്യും എന്ന് നമുക്കൊരു ഉറപ്പുണ്ട്. എന്ന് വെച്ചാൽ CJPക്ക് അങ്ങനെ ഒരു ഉറപ്പൊന്നുമില്ല. ഇത് എപ്പോ വേണമെങ്കിലും പൊട്ടാവുന്ന ഒരു ബബിൾ എന്നുള്ള രീതിയിലാണ് സത്യം പറയുകയാണെങ്കിൽ ഇതിപ്പോ നിൽക്കുന്നത്. ആ സ്വർണ്ണം നാക്ക് വെച്ച് നിങ്ങൾ ഇങ്ങനെ തന്നെ പറയണം. കാര്യം പറഞ്ഞ അപ്പൊ നാക്കിന് കുറ്റായി. എടാ, വകതിരിവോടെ ചിന്തിക്കുന്ന ആർക്കും അങ്ങനെ പറയാൻ പറ്റൂ. നമ്മളാണെങ്കിലും കംപ്ലീറ്റ് ബ്ലൈൻഡ് ഫെയ്ത്ത് ഒന്നും CJP വെക്കുന്നില്ല. മനുഷ്യനെ നാണം കെടുത്തിട്ട് മനഃപൂർവ്വമല്ലല്ലോ, ഇത്രയും വലിയൊരു രഹസ്യമൊന്നും താങ്ങാനുള്ള ശക്തി എനിക്കില്ല. ഐ തിങ്ക് ഈ മൂവ്മെന്റ് ശരിക്കും SFI, KSU പോലുള്ളവർ ഇതിനകത്ത് ഭാഗമായി അവർ കൂടെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു സാധനമായിട്ട് എനിക്ക് തോന്നുന്നു. സത്യമായിട്ടും ഇത് തന്നെ ഞാനും പറയാൻ ആലോചിച്ചിരുന്നത്. കാരണം അവർ ആരെ റെപ്രസെന്റ് ചെയ്യുന്നുണ്ടെന്നാണ് അവകാശപ്പെടുന്നത്, ആ മനുഷ്യരെല്ലാം ഇതിനകത്തുള്ളത്. ഇന്നു മുതൽ നമ്മൾ രണ്ടല്ല, ഒന്ന്. സുരേന്ദ്രൻ പാതി, ഈ സ്വയംപ്രഭ പാതി. സോ അവരുടെ ആവശ്യങ്ങൾ ആണെങ്കിൽ ഇവരത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഹെൽപ്പ് ചെയ്യണം എന്നാണ് എന്റെ ഒരു ഇത്. സുഖമായാലും ദുഃഖമായാലും പങ്കുവെക്കാൻ ഇന്നു മുതൽ സുരേട്ടൻ ഒരാളും കൂടിയുണ്ട്, ഈ സ്വയംപ്രഭ. നിങ്ങളുടെ വിഷയങ്ങൾ നിങ്ങൾ ആരോടാ സംസാരിക്കുന്നേ? പ്രശ്നങ്ങളുണ്ടോ? എന്തൊക്കെയാ നിങ്ങളെ പ്രശ്നങ്ങൾ? എന്തൊക്കെയാ പ്രശ്നം പറഞ്ഞാൽ ഭയങ്കര തമാശയാ. ശിവൻകുട്ടി സാർ മന്ത്രിയായപ്പോ ഞങ്ങൾക്ക് പിന്നെ ഒരു കോൺഫിഡൻസ് ഉള്ളായിരുന്ന പോലെ എനിക്ക് തോന്നുന്നു. ലൈക് സ്റ്റുഡൻസിന് എല്ലാവർക്കും എന്നെ മതി. ഞങ്ങളിലേക്ക് ഈ കേരള സിലബസിൽ പഠിച്ച പിള്ളേർ മുഴുവൻ അറ്റ് വൺ പോയിന്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ അവര് പറഞ്ഞിട്ടുണ്ടോ എന്ന് നീ പറയുന്നല്ലേ? ഞാൻ മാത്രമല്ല, ഇങ്ങനെ തമാശക്കാണെങ്കിലും നോക്കിക്കോ ഞാൻ ശിവൻകുട്ടി സാറിന് കത്തെഴുതും എന്നുള്ള രീതി, ഇവരിങ്ങോട്ട് വരട്ടെ എന്നുള്ള രീതി പറഞ്ഞിട്ടുണ്ട്. ലൈക്ക് എല്ലാരും പറഞ്ഞിട്ടുണ്ട്. എടാ, ഒരു വിഡ്ഢി സ്വയം പുകഴ്ത്തും, ഒരു ബുദ്ധിമാൻ വിഡ്ഢിയെ പുകഴ്ത്തും. നിന്റെ കാര്യത്തിൽ രണ്ടും കറക്റ്റ്. ഒത്തിരി പേര് വിഷമമുള്ളവരുണ്ട് ആക്ച്വലി ഈ ശിവൻകുട്ടി സാർ തോറ്റതില്. പിള്ളേര് വിഷമമുള്ളവരുണ്ട്. സത്യമാണോ ഈ പറയുന്നത്? സത്യം ആയില്ലെങ്കിൽ ഭഗവതിയാണ് സത്യം. എന്തുകൊണ്ട് ഇത് നേരത്തെ പറഞ്ഞില്ല? കേരള രാഷ്ട്രീയത്തെ എങ്ങനെയാ ഇഷ വിലയിരുത്തുന്നേ? പിണറായി വിജയൻ എന്ന് പറയുമ്പോ എന്താ മനസ്സിലാദ്യം വരുന്നേ? ഇഷ്ടമുള്ള ലീഡറാണോ? കുറച്ച് അതോറിറ്റേറിയൻ എലമെന്റ്സ് ഉണ്ടല്ലോ. സോ ആ ഭാഗങ്ങളോട് നമുക്ക് അഗ്രി ചെയ്യാൻ പറ്റത്തില്ല. ബട്ട് ഓവറോൾ നല്ലതാണ് എന്നാണ് എന്റെ ഒരു. ഒരാളുടെ വളർച്ചയിൽ ഏറ്റവും കൂടുതൽ അസൂയപ്പെടുന്നത് ബന്ധുക്കളും സ്വന്തം നാട്ടുകാരുമാണെന്നാണ് മഹാന്മാർ പറഞ്ഞിട്ടുള്ളത്. അന്യ നാട്ടുകാർക്ക് എന്നെ അറിയാം. BJPയെ കുറിച്ച് എന്താ ധാരണ? അവരുടെ ഒഫീഷ്യൽ ചാനലാണ് ജനൻ TV. അവരാണ് ഇഷനെ ഇത്രയേറെ അറ്റാക്ക് ചെയ്തത്. 1 by 1 ആയിട്ട് ഇഷനെ രാജ്യദ്രോഹിയാക്കി. ഒരാളെ തോൽപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ കല്ല് വെച്ചെന്നോണ പറയരുത് ദിവസം. രാജീവ് ചന്ദ്രശേഖരനെ നേരിട്ട് മീറ്റ് ചെയ്താൽ ഇഷ എന്തൊക്കെയാണ് പറയുക? എന്താണ് ആവശ്യപ്പെടുക? BJP വിടാനല്ലാതെ എനിക്ക് രാജീവ് ചന്ദ്രശേഖരനോടൊന്നും പറയാനില്ല. അതെ, BJP പ്രസിഡന്റ് BJP വിടണം. അതെ, അതിൽ തുടരേണ്ട കാര്യമില്ല എന്നാണ് ഇഷയ്ക്ക് തോന്നുന്നത്. ചെറിയൊരു ഗ്യാപ്പ് കിട്ടുമ്പോഴേക്കും തലക്കറി അപ്പിടുക.
എനിക്ക് എന്തെങ്കിലും പറയാനുണ്ട് അതേ ഞാൻ പറയത്തുള്ളൂ. നിങ്ങൾ എന്തിനാ ഈ പരിപാടിക്ക് നിൽക്കുന്നത്? അദ്ദേഹത്തിന് വല്ല ബിസിനസ്സോ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ജീവിച്ചൂടെ എന്നല്ലേ? താൻ ആളൊരു ബിരുദനാണല്ലോ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, തന്റെ നാക്കുകൊണ്ടുള്ള അഭ്യാസം ഒന്നും ഇവിടെ ചെലവാകത്തില്ല. സോഷ്യൽ മീഡിയ ഇല്ലാതായ CJP ഉണ്ടാവുമോ? ബാക്കി സോഷ്യൽ മീഡിയ ഇല്ലെന്ന് ഓർക്കാം നാളെ തൊട്ട്. അപ്പൊ CJP ഉണ്ടോ ഗ്രൗണ്ടില്? ഇല്ല. വിജയ അറം പറ്റുന്ന വർത്താനം പറയരുതേ, പറയിപ്പിക്കുകയാണല്ലോ. CJPക്ക് ബുദ്ധിമുട്ടാണത്. അയ്യോ എന്താ പാപ്പ? എനിക്കൊന്നുമില്ല, ആ ചെറ്റയോടൊന്ന് വായടയ്ക്കാൻ പറ. വെറുതെ ഓരോന്ന് പറഞ്ഞ് മനുഷ്യനെ പേടിപ്പിക്കാൻ പന്നി. നമ്മളിപ്പോ ഉള്ള കമ്മ്യൂണിറ്റീസിന് നമുക്കുണ്ട്, നമുക്ക് നമ്പറും കാര്യങ്ങളും എവിടെ എത്തണം അങ്ങനെയുള്ള ഇതെല്ലാം ഉണ്ട്. പക്ഷെ കൂടുതൽ CJP എന്ന ആ ഒരു ബ്രാൻഡിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടായിരിക്കും. ആ എരണം കെട്ടനോട് ചിലക്കാണ്ടിരിക്കാൻ പറ. എന്ത് നല്ല കാര്യം പറഞ്ഞാലും അവൻ ഉടക്കുണ്ടാക്കും. പക്ഷേ വേറൊരു രീതിയിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാം. സോഷ്യൽ മീഡിയ ആക്ടിവിസത്തെ പറ്റി ചോദിച്ചപ്പോ ഇഷ പറഞ്ഞത് സോഷ്യൽ മീഡിയ അല്ലാതെയും ആക്ടിവിസം സാധ്യമാണ്, അങ്ങനെയാണത് വേണ്ടത് എന്നല്ലേ പറഞ്ഞത്? ആര് പറഞ്ഞു? എപ്പ പറഞ്ഞു? ഞാൻ പറഞ്ഞിട്ടില്ല. എനിക്ക് തോന്നുന്നു CJP എങ്ങനെ ഉണ്ടായി എന്നുള്ളതാണ് അതിനകത്തെ പ്രശ്നം. ലൈക് CJP ഒരു മൂവ്മെന്റ് ആകേണ്ട സാധനമല്ല. അത് ജസ്റ്റ് ഒരു സറ്റയർ, ചുമ്മാ ഒരു ഇതായിട്ട് 2 ദിവസം കഴിഞ്ഞ് പോകേണ്ട ഒരു സാധനമായിരുന്നു. പക്ഷെ നമ്മൾ അൺഎക്സ്പെക്ടഡ്ലി ആണ് ഇത്രയും പേര് ജോയിൻ ചെയ്തത് ഇങ്ങനെ ഒരു കളക്റ്റീവ് പോലെ ആവുന്നത്. ആകെ നാറിയിരിക്കില്ലേ പിന്നെന്തോ. എനിക്കൊന്നും അവിടെ ഒരു പ്രശ്നമുണ്ട്. ലൈക് CJP എങ്ങനെ ഇത് ഫൗണ്ട് ചെയ്ത ആൾക്കാരെ CJP എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് അറിയത്തില്ല. ബിക്കോസ്